ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ നമ്മളെ വീഡിയോ നല്ലൊരു ചോക്ലേറ്റ് ഐസ്ക്രീം ആട്ടോ. നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങണ്ട, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കട്ടോ. കുറച്ച് പാലും കുറച്ച് സാധനം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം ആട്ടോ. ഇതല്ലേ, ഇതിപ്പോൾ ഞാനിങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കുന്ന സാധനത്തിലുണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ ഡിസ്പോസിങ് ഗ്ലാസ്സില്ലേ അതിലുണ്ടാക്കിയാട്ടോ. മറ്റേത് നല്ല ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് ചോക്ലേറ്റും കുറച്ച് പാലും ഉണ്ടായാൽ മതി കേട്ടോ. നല്ല ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റിൽ കാണാൻ നല്ല ഭംഗിയില്ലേ, കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല രസം കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിലുണ്ടാക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് പാലാണ് ഇട്ടെടുക്കുന്നത്. ഈ കപ്പിന് 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. വെള്ളം ഒട്ടും ചേർക്കരുത് ഞങ്ങൾ പാലെടുക്കുമ്പോൾ. 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കപ്പ് പഞ്ചസാര, ചെറിയ കപ്പിന് 1 കപ്പ് പഞ്ചസാര ഞങ്ങൾ മധുരത്തിന് ആവശ്യത്തിന് ഇട്ട് കൊടുത്തോളി. ഞാനൊരു പാകത്തെ മധുരം ഇട്ടിട്ടുള്ളൂ, അധികം മധുരമില്ല. ആ പാകത്തിനുണ്ടായിരുന്നു. അതിനിപ്പോൾ ഇതിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത്. ചെറിയൊരു കപ്പിന് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കപ്പിന് 1 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പാൽപ്പൊടിയും കൂടി ഇട്ടിട്ട് ആദ്യം ഇതൊക്കെ ഒന്ന് ജോയിൻ്റ് ആക്കിയിട്ട് അടുപ്പത്ത് വേവിച്ചത് ഒക്കെ ഇങ്ങനത്തെ ഒരു വിസ്ക് കൊണ്ട് നല്ലോണം ഇളക്കിങ്ങാണ്ട് കട്ടകളൊക്കെ ഉടച്ചു കൊടുക്കണം കേട്ടോ. ഇതേപോലെ ഉടച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു വിസ്ക് എടുത്താൽ മതി. നല്ലോണം ഇളക്കിങ്ങാണ്ട് പാൽപ്പൊടിൻ്റെ കട്ടിയും പഞ്ചസാരയൊക്കെ അതിൽ നല്ലോണം ഇളക്കി യോജിപ്പിച്ചണം. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനതിൽ പാലിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി കോൺഫ്ലവർ ആട്ടോ. കോൺഫ്ലവർ വെള്ളത്തിലിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കട്ടയൊക്കെ ഉടച്ചതാണ്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിനൊരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം എടുക്കണ്ട, അധികം എടുത്താൽ നല്ലോണം കട്ടിയാവുള്ളൂ. വല്ലാതെ കട്ടിയാകണ്ട, ഒരു പാകത്തെ കട്ടി മതി. ചെറിയൊരു കുറുകൽ മതി കേട്ടോ. അങ്ങനെ ആ കോൺഫ്ലവറും പാലും പഞ്ചസാരയും ഒക്കെ കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പാൽപ്പൊടി നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് ഗ്യാസ് വെക്കാനാണ്. ഒരു അലുമിനിയം പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇതിലൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മെൽറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അലുമിനിയം പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഗ്യാസുമേണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു അലുമിനിയം പാത്രത്തേക്കാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി അത് ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ നല്ലോണം ഇളക്കി കട്ടകളൊക്കെ നല്ലോണം ഒക്കെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. കട്ടകളൊക്കെ നമുക്ക് ഗ്യാസുമേണ് ഉണ്ടാക്കണം. അപ്പോൾ ഗ്യാസുമേ വെക്കുമ്പോൾ നല്ലോണം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. കട്ട ചെയ്ത് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ തണുത്ത് കിട്ടണമെങ്കിൽ നമ്മളൊരു രാത്രി മുഴുവൻ വെക്കണം കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ നമ്മൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ രാവിലെ നമുക്ക് എടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ അതും അതിലിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു. ഇനി ഫ്ലെയിം നല്ലോണം ഫുൾ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളിതുമ്പോൾ അങ്ങനെ പിടിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. കട്ടിയുള്ള പാത്രമാണെങ്കിൽ പിടിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ അലുമിനിയം പാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഇതിമ്പോൾ പിടിച്ചത്. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ തിളക്കോളം, അല്ലെങ്കിൽ കട്ട പിടിക്കുകയുള്ളൂ. ഇതൊക്കെ ഒന്നിച്ചിട്ടല്ലേ നമ്മൾ. ഇപ്പോൾ ഓരോന്ന് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഇതൊക്കെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് കൈ എടുക്കാതെ ഇളക്കിയാൽ മതി കേട്ടോ. അല്ലേ, കുറുകി വരുന്നുണ്ട്. ഒരു പാകത്തെ കുറുകലാകുമ്പോൾ നമുക്ക് ഓഫാക്കാം. അധികം കുറുകിയാണ്ട് കട്ടയാകണ്ട. പിന്നെ തണുക്കുമ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ടാവും. നമ്മൾ കോൺഫ്ലവർ ചേർക്കണതിന് ഇതിനൊരു കൊഴുപ്പ് ഒരു ചെറിയൊരു ഇതൊക്കെ കിട്ടാൻ കേട്ടോ. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പാൽപ്പൊടി ചേർക്കുമ്പോൾ ചേർക്കണമെന്നൊന്നുമില്ല. കുറച്ച് ചേർത്താൽ മതി കേട്ടോ, അധികം ചേർക്കരുത്. നല്ലോണം കട്ടയായാൽ പിന്നെ അതിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഐസ്ക്രീമിൻ്റെ ആ ക്യൂബിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാവുമ്പോൾ പിന്നെ നമുക്ക് ആ ഗ്ലാസ്സാണ് പൊളിച്ചാൽ മതി. അപ്പോൾ അതിൽ നിന്ന് കിട്ടും. കടലാസല്ലേ. നേരെ മറിച്ച് നമ്മൾ ആ ഐസ് ക്യൂബിൻ്റെ ഇതിലിട്ട് വെക്കുമ്പോൾ വല്ലാതെ കുറുന്നനായാൽ പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെ നമ്മുടെ പാലും പാൽപ്പൊടിയും കോൺഫ്ലവറും ഒക്കെ തിളച്ച് വരുന്നുണ്ട്. പഞ്ചസാരയും വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ തണുത്തിട്ട് വേണമെങ്കിൽ അടിക്കട്ടോ. മിക്സിയിലൊന്നും അടിച്ചുമ്പോൾ ഒന്നും കൂടി റെഡിയാവും. ഞാൻ മിക്സിയിലൊന്നും അടിച്ചിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചോളി. അങ്ങനെയൊക്കെ നല്ല പരുവ നല്ല പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത്
നല്ലോണം ഒന്ന് തണുപ്പിക്കാം. നല്ലോണം തണുത്തിട്ടുള്ളൂ കേട്ടോ പാർന്നേക്കാൻ പറ്റുക. ഐസ് ക്യൂബിലൊക്കെ പാർന്നേക്കാൻ ഒഴിച്ച് വെക്കാൻ പറ്റുക. നമുക്ക് നല്ലോണം തണുപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം കേട്ടോ. ഈ പാകമാകുമ്പോൾ നിങ്ങൾ ഫ്ലെയിം ഓഫ് ആയിക്കോളി. ഇനി നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഒക്കെ തണുത്ത് വരട്ടെ. ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ഒരു കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കട്ടോ. ഏത് ചോക്ലേറ്റും പറ്റും. ഞാൻ ഇപ്പോൾ ഈ ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ആ വീട്ടിൽ ഏത് ചോക്ലേറ്റ് അല്ല വെച്ചാൽ ഞങ്ങളത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ ഈ ചോക്ലേറ്റൊക്കെ പൊളിച്ച് കണ്ട് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റാക്കി എടുക്കുക. അങ്ങനെ കുറച്ച് ചോക്ലേറ്റും കുറച്ച് പാലും പാൽപ്പൊടിയൊക്കെ നിങ്ങൾ വീട്ടിലെ സാധനങ്ങൾ വെച്ചൊക്കെ നല്ല അടിപൊളി ഐസ്ക്രീം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ നമ്മളെ വീട്ടിലുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ, എല്ലാവരും ഉണ്ടാവുമല്ലോ. അങ്ങനെ അതൊക്കെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ചോക്ലേറ്റൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് ഒന്ന് കുറുന്നനായി കിട്ടാൻ വേണ്ടി നമ്മൾ സാധനം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ കടന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് സാധനം ഒന്നുകൂടി ചേർക്കാം. ഞാൻ കുറച്ച് ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇത് ചേർക്കുന്നത് കേട്ടോ. കുറച്ച് ഇനി നെയ്യുവാണെങ്കിൽ നെയ്യ് ചേർത്തോളി. അത് ചേർക്കുമ്പോൾ നല്ലോണം അങ്ങോട്ട് മെൽറ്റായി വരും. കുറുന്നൻ അങ്ങോട്ട് ക്രീമി രൂപത്തിലുണ്ടാവും കേട്ടോ. കണ്ടില്ലേ, ചോക്ലേറ്റൊക്കെ ക്രീമി രൂപത്തിലായിട്ടുണ്ട്. ഇത്ര പണിയുള്ളൂ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഐസായി വരണമെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഒരു 10-12 മണിക്കൂർ വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ. അങ്ങനെ നമുക്ക് ആ ചോക്ലേറ്റും കൂടി ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ആ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുമ്പോഴേ കണ്ടില്ലേ നല്ല ക്രീമി രൂപത്തിലായി വരുന്നുണ്ട് കേട്ടോ. വെറും ചോക്ലേറ്റ് നമ്മൾ ഇരിക്കുമ്പോൾ അതേപോലെ ആയി കിട്ടില്ല. കുറച്ച് സൺഫ്ലവർ ഓയിലോ കുറച്ച് നെയ്യോ ഒഴിച്ചാൽ നല്ല ക്രീം പോലെ ആയി കിട്ടും കേട്ടോ. ഇതിപ്പോൾ നമ്മളതിൽ അതിൻ്റെ അടിയിൽ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിലാണ് ഇത് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ചോക്കോബാറിൻ്റെ ഒരു കളറായി വരും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോക്കോബാറൊക്കെ അങ്ങനെ തന്നെ ഇട്ട് ഉണ്ടാക്കുക. ഇതേപോലെ തന്നെ ഞാൻ ചോക്കോബാർ ഉണ്ടാക്കണമെന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഐസ്ക്രീമാണ്. അങ്ങനെ നമ്മൾ ചോക്ലേറ്റൊക്കെ നല്ല ഇതിലായി വരുന്നുണ്ട്. പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കട്ടോ. അതേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അത് കൂട്ടൊക്കെ തന്നെ. അങ്ങനെ അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുപ്പിച്ചാൽ മതി നമുക്ക്. ഇതൊക്കെ തണുത്തിട്ടുള്ളൂ പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും കേട്ടോ. എന്തും നല്ലോണം തണുക്കണം, പിന്നെ നമ്മൾ ഇതിലാക്കി വെക്കണുള്ളൂ. നല്ലോണം തണുത്ത് വരട്ടെ. ഒക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ലോണം അങ്ങനെ ഇളക്കി നല്ല കുറുന്നനാക്കി വന്നിട്ട് നല്ലോണം തണുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചോക്ലേറ്റ് കൊണ്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കട്ടോ. ഞാൻ അതിൻ്റെ കാണിച്ചു തരുന്നുണ്ട്. ബിസ്ക്കറ്റ് ഉണ്ടാക്കാം. നല്ല അടിപൊളി ബിസ്ക്കറ്റ് ഉണ്ടാക്കാം. ഒക്കെ തണുത്തിട്ടുണ്ടോ. നമുക്ക് ഇങ്ങനത്തെ ഇതിൽ ഐസ് ക്യൂബിൻ്റെ ഇതിലും ഒഴിച്ച് വെക്കാം. ഡിസ്പോസിങ് ഗ്ലാസ്സിൽ ഒഴിച്ച് വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ അല്ല, ഇതിങ്ങനെ വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ മുകളിൽ വേറെ ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനത്തെ ഒരു ഐസ് ക്യൂബാണ്. നമ്മൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൽ ഒഴിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിലിട്ടിട്ടില്ല. മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അത് കാണാനില്ല. ഇതാദ്യം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ചോക്ലേറ്റും കൂടി എൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്.
അപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ഇതും കൂടി ആകുമ്പോൾ നല്ല ലെയറായി ഇങ്ങനെ നല്ലൊരു ഡിസൈനായിട്ട് നിൽക്കും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അത് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കുറച്ചതിന് ഒഴിവാക്കിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ലെയറായി ഇങ്ങനെ നിൽക്കും. നല്ല കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ അതാണ് വെച്ചാൽ മതി. എന്നാൽ എടുക്കുമ്പോൾ നല്ല ഐസ് ക്യൂബിൻ്റെ പോലെ കിട്ടും കേട്ടോ. ഇത് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. ഇങ്ങനത്തെ വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ഇതിലേത് വിധ ഐസ്ക്രീം ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ കഴിക്കാനും സുഖമാണ്. കയ്യിലെടുത്ത് കഴിച്ചാൽ മതി. അങ്ങനെ അതൊക്കെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമ്മൾ ഡിസ്പോസിങ് ഗ്ലാസ്സിൽ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചോക്ലേറ്റ് അതിൻ്റെ മുകളിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഈ കണ്ടിട്ടില്ല, വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയതാണ്. അതിന് എടുക്കുമ്പോഴേ കാണുള്ളൂ. അങ്ങനെ നമ്മൾ ചോക്ലേറ്റിൻ്റെ അതിൽ നമുക്ക് ഡിസ്പോസിങ് ഗ്ലാസ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്പോസിങ് ഗ്ലാസ്സിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഡിസ്പോസിങ് ഗ്ലാസ് എടുത്തിട്ട് ചോക്ലേറ്റിൻ്റെ കൂട്ട് ക്രീമായി ഒഴിച്ച് കൊടുക്കാം ആദ്യം. പിന്നെ നമ്മളെ പാലിൻ്റെതും ഇട്ട് കൊടുക്കാം. പാല് ഉണ്ടാക്കിയ ഐസ്ക്രീമിൻ്റെവും ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ലെയറായിട്ട് ഇങ്ങനെ നിൽക്കട്ടെ. നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഫുള്ള് മൂടി നിൽക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു അലുമിനിയം ഫോയിൽ കൊണ്ടോ എന്തുകൊണ്ടിലോ ഒന്ന് മൂടി വെക്കട്ടോ. അല്ലേ, ഞാനിപ്പോൾ ഒരു 5-6 ഗ്ലാസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഗ്ലാസ്സിലാണ്. അധികം ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ചെറിയ ചോക്ലേറ്റായി കിട്ടും കേട്ടോ. ഞാൻ ഫോട്ടോ കണ്ടില്ല, ഞങ്ങൾ അതേപോലത്തെ ചോക്ലേറ്റാണ് കിട്ടിയത്. ഇങ്ങനത്തെ ഗ്ലാസ്സിലാകുമ്പോൾ നമുക്ക് സുഖമാണ്. അത് പൊളിച്ചെന്ന് എടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടുകയും ചെയ്യും. ഡിസ്പോസിങ് ഗ്ലാസ്സാണ് ഇതിന് ഏറ്റവും ഉണ്ടാക്കാൻ പെർഫെക്റ്റായി ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാത്രം. നമുക്ക് എല്ലാ ഗ്ലാസ്സിലും ഒഴിച്ചുകൊണ്ട് അലുമിനിയം ഫോയിൽ കൊണ്ട് മൂടി ഫ്രീസറിൽ വെക്കാം. ഞാനിപ്പോൾ രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെ എടുത്ത് നോക്കിയത്. അപ്പോൾ നല്ല കറക്റ്റ് ചെയ്യണം. ഒക്കെ ഒന്ന് മൂടി വെക്കാം നമുക്ക്. ഇങ്ങനെ അലുമിനിയം ഫോയിൽ കൊണ്ട് മൂടിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണ്. എന്നിട്ട് രാവിലെ നമ്മൾ എടുത്ത് നോക്കണം കേട്ടോ. രാവിലെ എടുത്ത് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ഐസ്ക്രീമായി കിട്ടിയിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കൊണ്ട് നല്ലൊരു അടിപൊളി ഐസ്ക്രീമാണ്. ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഫങ്ഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നേരം വെളുത്തിട്ട് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി സാധനമാക്കി അല്ലേ വന്നിട്ടുണ്ട് അല്ലേ. ആ ചോക്ലേറ്റ് അതിൽ ഇട്ട് കൊടുത്തപ്പോഴേ നല്ലൊരു ഡിസൈനായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആ ഡിസ്പോസിങ് ഗ്ലാസ്സിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അല്ലേ, അടിപൊളി ഐസ്ക്രീം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ. കാണുന്നില്ല നിങ്ങൾ? ഒരു സ്പൂൺ എടുത്തുകൊണ്ട് കഴിക്കാം. ഇതിമപ്പോൾ ഞാൻ കോലൊന്നും കുത്തി കൊടുത്തിട്ടില്ല. ഇനി സ്പൂൺ കൊണ്ട് കഴിക്കാൻ വെച്ചിട്ടാണ്. അങ്ങനെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ വരാൻ താങ്ക് യു ഫോർ വാച്ച്.